ഇപ്പോൾ നമ്മൾ എന്താണ് അസസ്മെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് ഏതൊക്കെയാണ്, ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ്, അങ്ങനെ കുറേ അസസ്മെൻറ്റ് എന്നിങ്ങനെ കേട്ടു. ഇനി ക്ലാസ് റൂമിൽ എന്താണ് ഈ അസസ്മെൻറ്റിൻ്റെ റെലവൻസ്, ക്ലാസ് റൂമിൽ എങ്ങനെയാണ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിന് നമ്മൾ ഒരുപാട് ടൂളുകളും ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ്, എന്തിനാണ് നമ്മുടെ ക്ലാസ് റൂം അസസ്മെൻറ്റ് അല്ലെങ്കിൽ നീഡ് ഓഫ് ക്ലാസ് റൂം അസസ്മെൻറ്റ് ടെക്നിക്സ് എന്താണ്? മെയിനായിട്ട് നമ്മൾ പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ക്വാളിറ്റി അളക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരുടെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ, അവരുടെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് റൂം അസസ്മെൻറ്റ് ടെക്നിക്കുകൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഒരുപാട് ടെക്നിക്കുകൾ പറയുന്നുണ്ട്. ബേസിക്കലി അസസ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ്. ഒരു ക്ലാസ് റൂമിലെ കുട്ടികളെ അസസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകളെയാണ് ക്ലാസ് അസസ്മെൻറ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ മെഷർമെൻറ്റ്സിനെയൊക്കെയാണ് നമ്മൾ ടൂളുകൾ എന്ന് പറയുന്നത്. മെയിനായിട്ട് വരുന്നത് അസസ്മെൻറ്റ് ടെക്നിക്കിൽ വരുന്നത് ഒബ്സർവേഷൻ, സെൽഫ് റിപ്പോർട്ടിംഗ്, ടെസ്റ്റ് ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് സോഷ്യോഗ്രാം. ദെൻ ടൂൾസിൽ വരുന്നത് നമ്മുടെ അനക്ഡോട്ടൽ റെക്കോർഡ്സ്, ചെക്ക് ലിസ്റ്റുകൾ, റേറ്റിംഗ് സ്കെയിലുകൾ, ക്വസ്റ്റ്യനയറുകൾ, ഇൻവെൻട്രീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് ടെക്നിക്സ് ഉണ്ടെന്ന്. ഫസ്റ്റ് വൺ ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സെലക്ഷൻ, പ്രൊവോക്കേഷൻ, റെക്കോർഡിംഗ് ആൻഡ് എൻകോഡിംഗ് എ സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു സെറ്റ് ഓഫ് ബിഹേവിയറിനെ നമ്മൾ സെലക്ട് ചെയ്ത്, നമ്മൾ പ്രൊവോക്കേറ്റ് ചെയ്ത്, നമ്മളത് റെക്കോർഡ് ചെയ്ത് അത് എൻകോഡ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ, അതിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ട്. ഇറ്റ് ഈസ് ഫിസിക്കൽ ആസ് വെൽ ആസ് എ മെൻ്റൽ ആക്ടിവിറ്റി. അതായത് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് സെലക്റ്റീവ് ആൻഡ് പർപ്പസ്ഫുൾ. വളരെ സെലക്റ്റീവായി പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്യുന്ന ഒരു ഒബ്സർവേഷൻ ടെക്നിക്കാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ആൻഡ് സ്പെസിഫിക്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പ് വഴിയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്, പിന്നെ ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാണ്ടിറ്റേറ്റീവ്, വെരിഫയബിൾ ആണ്, അവോയ്ഡ്സ് മാനിപ്പുലേഷൻസ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കാഷ്വൽ ആൻഡ് സയൻറ്റിഫിക് ഒബ്സർവേഷൻസ്. കാഷ്വൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ കാഷ്വലായിട്ട് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ ചെയ്യുന്ന ഒബ്സർവേഷൻസാണ് കാഷ്വൽ ഒബ്സർവേഷൻസ് എന്ന്. ദെൻ സയൻറ്റിഫിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന ഒബ്സർവേഷൻസാണ് സയൻറ്റിഫിക് ഒബ്സർവേഷൻസ്. സിമ്പിൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കാഷ്വൽ ഒബ്സർവേഷൻ നമ്മൾ പ്രത്യേകിച്ച് പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ഒബ്സർവേഷൻ. സിസ്റ്റമാറ്റിക് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ വഴി സ്റ്റെപ്സൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒബ്സർവേഷനാണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. പിന്നെ അത് കൂടാതെ തന്നെ ഒരുപാട് ഒബ്സർവേഷൻസ് ഉണ്ട്. സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, ഇൻ്റർ സബ്ജക്റ്റീവ്, ഇൻട്രാ സബ്ജക്റ്റീവ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ്, ഡയറക്റ്റായിട്ടല്ലാതെ വീഡിയോസോ അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ്. സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഉണ്ട്. പിന്നെ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഉണ്ട്. നാച്ചുറൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത ഒരു എൻവയോൺമെൻറ്റിൽ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ. പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവർ ആ ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ്. നോൺ പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഇൻവോൾവ് ആവാതെ ഒബ്സർവ് ചെയ്യുന്നത് മാത്രം. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ ഒബ്സർവേഷനാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ദ ടോപ്പിക്. നമ്മൾ എന്താണോ ഒബ്സർവ് ചെയ്യേണ്ടത് ആ ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്താൽ മാത്രം പോരാ, അതിനെ ഫോർമുലേറ്റ് ചെയ്യണം. ഒന്ന് ഡിഫൈൻ ചെയ്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഒന്ന് ഫോർമുലേറ്റ് ചെയ്ത് വെക്കണം. ദെൻ റിസർച്ച് ഡിസൈൻ. നമ്മൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി എന്തൊക്കെ സ്റ്റെപ്പുകൾ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്യണം, അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കണം. ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അതിനൊന്ന് ഭംഗിയാക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രൊസീജിയറിനെ ഒന്ന് ഭംഗിയാക്കുക, ഒന്ന് പ്ലാൻ ചെയ്ത് വൃത്തിയാക്കുക. ദെൻ നെക്സ്റ്റ് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ. കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ റിസർച്ച് ഡിസൈനൊക്കെ വെച്ചൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി. ഇനി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം, ഒബ്സർവ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യണം. ഈ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യണം. ഈ അനലൈസ് ചെയ്ത ഇൻഫർമേഷൻസ് വെച്ച് നമ്മളൊരു റിപ്പോർട്ട് എഴുതണം. ഇത്രയാണ് ഒബ്സർവേഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സെലക്ഷൻ ഓഫ് ദ ടോപ്പിക്,
ഫോർമുലേഷൻ ഓഫ് ദ ടോപ്പിക്, റിസർച്ച് ഡിസൈൻ, കളക്ഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ, റിപ്പോർട്ട് റൈറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഒബ്സർവേഷനകത്ത് വരുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഒബ്സർവേഷൻ്റെ പ്രീ റിക്വസിറ്റ്സ് എന്തൊക്കെയാണ്. നമ്മളൊരു ഒബ്സർവേഷന് പോവുകയാണ്, അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യണത് എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഈ പ്ലാനിങ് നമുക്ക് സ്കിൽഫുള്ളി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. ഈ എക്സിക്യൂട്ട് ചെയ്ത ഡാറ്റ വെച്ച് നമുക്ക് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയൊക്കെ അനലൈസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്യാനും കൂടെ പറ്റണം. ഇതൊക്കെയാണ് ഒബ്സർവേഷൻ്റെ പ്രീ റിക്വസിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്, വൈഡ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ ഒബ്സർവേഷൻ വഴി പോസിബിളാണ്. പിന്നെ ഫ്ലെക്സിബിളാണ്, ഇൻഎക്സ്പെൻസീവാണ്, പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാത്തൊരു ടെക്നിക്കാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കോംപ്ലിക്കേഷൻസ് കുറവാണ്, ടൈം കൺസ്യൂമിങ് അല്ല. പിന്നെ നമ്മൾ പറയുന്നത് ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസിൽ വരുമ്പോൾ നമുക്ക് വാല്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരാളുടെ ഒബ്സർവേഷൻ ആയിരിക്കില്ല വേറൊരാളുടെ ഒബ്സർവേഷൻ, അപ്പോൾ നമുക്ക് അതിനെ വാല്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രോബ്ലം ഓഫ് സബ്ജക്റ്റിവിറ്റി. നമ്മുടെ പേഴ്സണൽ ബയസുകളൊക്കെ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു വൈഡ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ എന്ന് പറയുന്നത് അൺമാനേജബിൾ ആയിരിക്കും. അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ദെൻ പറയുന്നത് സെൽഫ് റിപ്പോർട്ടിംഗ്. അടുത്ത ടെക്നിക്കാണ് സെൽഫ് റിപ്പോർട്ടിംഗ്. സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തന്നെത്താൻ റിപ്പോർട്ട് ചെയ്യുക. അതായത് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിന് നമ്മൾ തന്നെ റെസ്പോണ്ട് ചെയ്യുക. അതാണ് സെൽഫ് റിപ്പോർട്ടിംഗ്. ഇപ്പോൾ ക്വസ്റ്റനയേഴ്സ് ആവാം, ഇൻവെൻട്രീസ് ആവാം, ഇൻ്റർവ്യൂസ് ആവാം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽഫ് റിപ്പോർട്ടിംഗ് മോഡ്സ് ഉണ്ട്. അതിനകത്ത് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു, ഒരു റിസർച്ചർ ഇൻ്റർഫറൻസ് ഇല്ലാതെ നമ്മൾ തന്നെ റിയാക്ട് ചെയ്യുന്ന, നമ്മൾ തന്നെ റെസ്പോണ്ട് ചെയ്ത് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിനെയാണ് സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞു ക്വസ്റ്റനയേഴ്സ് ഉണ്ട്. ക്വസ്റ്റനയർ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു സ്ട്രക്ചേർഡ് ഫോമിലുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസേഴ്സ് കൊടുക്കുക, അതാണ് ക്വസ്റ്റനയർ. ദെൻ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ പേഴ്സണൽ ക്വസ്റ്റനർ ആയിരിക്കും. നമ്മുടെ പേഴ്സണാലിറ്റീനെ, നമ്മുടെ കാര്യങ്ങളെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ മെയിനായിട്ട് ഉണ്ടാവുക. അത് സ്ട്രക്ചേർഡ് ആയിരിക്കാം, അൺസ്ട്രക്ചേർഡ് ആയിരിക്കാം, ഇറ്റ് ഡിപ്പെൻഡ്സ്. നമ്മളങ്ങനെ അതിന് റിപ്ലൈ കൊടുക്കുക, അതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിപ്പോർട്ടാണ് ഇൻവെൻട്രീസ്. ദെൻ ഇപ്പോൾ ക്വസ്റ്റനയർ പറഞ്ഞു, ഇൻവെൻട്രീസ് പറഞ്ഞു, അതിനകത്തൊക്കെ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. ക്വസ്റ്റനയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് പാർട്ടിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഇൻവെൻട്രി എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിയെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ക്വസ്റ്റനയറിൽ എന്ന് പറഞ്ഞാൽ ഏത് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടാവാം. ഇൻവെൻട്രീസിനകത്ത് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ മെഷർ ചെയ്യുന്ന, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അധികം ഉണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് പറയുന്നത് അനക്ഡോട്ടൽ റെക്കോർഡ്സ് എന്താണെന്നാണ്. അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കല്ല, അതൊരു ടൂളാണ്. നമ്മൾ ഈ ടെക്നിക്കുകളിലൊക്കെ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് അനക്ഡോട്ടൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ദെൻ അതിനകത്ത് എന്തൊക്കെയാണ് വരികയെന്ന് വെച്ചാൽ, ഒരു ടീച്ചർ ഇൻഫോർമലായിട്ട് തയ്യാറാക്കുന്ന ഒരു സെറ്റ് ഓഫ് റിപ്പോർട്ടാണ് അനക്ഡോട്ടൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അതായത് ആ ടീച്ചറുടെ ഇൻഫോർമലായിട്ടുള്ള ഒബ്സർവേഷൻ വഴി കണ്ടെത്തിയ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു റെക്കോർഡ്, അതാണ് അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഈ അനക്ഡോട്ടൽ റെക്കോർഡിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് സോഷ്യൽ ഇൻ്ററാക്ഷൻസ്. കുട്ടിയുടെ സോഷ്യൽ ഇൻ്ററാക്ഷൻസ് എന്തൊക്കെയാണ്, ആ കുട്ടിയുടെ ലിറ്ററസി എക്സ്ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ്, കുട്ടിയുടെ എവറി ഡേ റുട്ടീൻ എന്തൊക്കെയാണ്, അതിൻ്റെ ബിഹേവിയറൽ പാറ്റേൺ എങ്ങനെയാണ്, അതിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ ഒരു അക്കാഡമിക് ജേർണിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈഫിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ് എങ്ങനെയാണ്, ആ പ്രോഗ്രസ്സിൽ വന്നിട്ടുള്ള മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അനക്ഡോട്ടൽ റെക്കോർഡ്സിൽ മെയിനായിട്ട് വരേണ്ടത്. ദെൻ നെക്സ്റ്റ് ഇതൊരു അനക്ഡോട്ടൽ റെക്കോർഡിൻ്റെ മെത്തേഡാണ്. അതിനകത്ത് ഒബ്സർവറുടെ പേരുണ്ടായിരിക്കും, സ്റ്റുഡൻറ്റിൻ്റെ പേരുണ്ടായിരിക്കും, ആ കുട്ടിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കും, ദെൻ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് റേറ്റിംഗ് സ്കെയിലാണ്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നതും ഒരു ടൂളാണ്, ടെക്നിക്കല്ല. റേറ്റിംഗ് സ്കെയിലാണ് നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. അതായത് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ട്രൈറ്റിനെ സംബന്ധിക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒപ്പീനിയൻസ് നമ്മൾ കൊടുക്കും. അതിനോട് എത്രമാത്രം യോജിക്കുന്നു അതിന് നമ്മളൊരു ന്യൂമറിക്കലായിട്ട് അതിന് നമ്മളൊരു റേറ്റ് കൊടുക്കും, റേറ്റിംഗ് സ്കെയിൽ കൊടുക്കും.
അതായത് ആ സ്കെയിൽ വെച്ചിട്ടാണ് അവർ അതിനെ റേറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട് റേറ്റിംഗ് സ്കെയിലിനകത്ത്. ആദ്യം നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളീ കൊടുക്കുന്ന ട്രൈറ്റുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതിനൊക്കെ ഒരു റിലേഷൻ വേണം. നമ്മൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻസൊക്കെ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ കൊടുക്കുന്ന ട്രൈറ്റുകളുടെയൊക്കെ ഫ്രീക്വൻസി, ക്വാളിറ്റി എന്ന് പറയുന്നതൊന്നും വ്യത്യാസം വരാതെ ഒക്കെ ഒരു ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളെയാണ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ പിന്നെ ഈ റേറ്റിംഗ് സ്കെയിലുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ട്രേറ്റ് ഷുഡ് ബി ഒബ്സർവബിൾ എന്നാണ്. നമുക്ക് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ട്രൈറ്റുകൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. നമ്മൾ ഏത് ട്രൈറ്റാണോ ഉൾപ്പെടുത്തുന്നത് അതിനെ നന്നായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഒരു സ്റ്റാൻഡേർഡ് സ്കെയിൽ, യൂണിഫോം സ്റ്റാൻഡേർഡ് സ്കെയിൽ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന് ഒരു സ്കെയിൽ കൊടുക്കുക, അടുത്ത ക്വസ്റ്റ്യന് അടുത്ത സ്കെയിൽ കൊടുക്കുക, അങ്ങനെയല്ല. ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഒരേ ടൈപ്പ് ഓഫ് സ്കെയിലുകൾ നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും കളക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് നമ്പർ മാത്രമേ പാടുള്ളൂ. ഇനി എന്തൊക്കെയാണ് അനക്ഡോട്ടൽ റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനകത്ത് സ്റ്റെപ്പുകൾ എന്നാണ് പറയുന്നത്. ഒബ്സർവിങ് എ ചൈൽഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒബ്സർവേഷനാണ്. ആ കുട്ടിയെ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് മെയിൻറ്റെയിൻ എ സ്റ്റാൻഡേർഡ് ബേസ്ഡ് ഫോക്കസ്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ ആ ഒരു ഫോക്കസ് വെച്ചുകൊണ്ട് നമ്മൾ അനക്ഡോട്ടൽ റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്യുക. ഈ പ്രിപ്പയർ ചെയ്ത അനക്ഡോട്ടൽ റെക്കോർഡ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുക. ഇത്രയാണ് അതിൻ്റെ സ്റ്റെപ്സ്. ഒബ്സർവേഷൻ ഓഫ് ദ ചൈൽഡ്, മെയിൻറ്റെയിനിങ് എ സ്റ്റാൻഡേർഡ് ബേസ്ഡ് ഫോക്കസ്, preparation of the anecdotal records, and analysis of the anecdotal records. Then different types of rating സ്കെയിലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ന്യൂമറിക്കൽ സ്കെയിൽ, ഗ്രാഫിക് സ്കെയിൽ, സ്റ്റാൻഡേർഡ് സ്കെയിൽ, ഫോഴ്സ്ഡ് ചോയ്സ് റേറ്റിംഗ് സ്കെയിൽ, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അതിനകത്ത് ന്യൂമറിക്കൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ് ട്രേറ്റ്സിന് കൊടുക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത് ഓരോ ന്യൂമറിക്കൽ നമ്പേഴ്സ് ആയിരിക്കും. 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂമറിക്കൽ നമ്പേഴ്സ് ആയിരിക്കും കൊടുക്കുക. ഇതിപ്പോൾ ഒരു ന്യൂമറിക്കൽ സ്കെയിലിൻ്റെ എക്സാമ്പിളാണ്. നമ്മൾ വെരി പുവർ എന്നാണെങ്കിൽ അതിന് 1 എന്നുള്ള നമ്പറാണ് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, വെരി ഗുഡ് എന്നുള്ള ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് 10 എന്നുള്ള റേഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നമ്മൾ മാർക്ക് ചെയ്യും. നമ്മുടെ റേഞ്ച് എന്താണോ അത് നമ്മൾ മാർക്ക് ചെയ്യും. 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, അങ്ങനെ ന്യൂമറിക്കൽ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ റേറ്റ് ചെയ്യുന്നതിനെയാണ് ന്യൂമറിക്കൽ സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഗ്രാഫിക് സ്കെയിലാണ്. ഗ്രാഫിക് സ്കെയിൽ എന്ന് പറയുമ്പോഴും എപ്പോഴും ഡെമോൺസ്ട്രേഷൻ ആയിരിക്കും, ചിത്രങ്ങളായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനകത്തൊരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടായിരിക്കും. വേർട്ടിക്കലി ഓർ ഹൊറിസോണ്ടലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടായിരിക്കും. നമ്മുടെ ഒപ്പീനിയൻ അനുസരിച്ച് നമുക്കതിനെ മാറ്റാം. ഇതിപ്പോൾ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിൻ്റെ ഒരു എക്സാമ്പിളാണ്. അത് ഫെയർ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ദെൻ നമുക്ക് വേണ്ട ഗുഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ലെഫ്റ്റിലേക്ക്, പുവർ ആണെങ്കിൽ റൈറ്റിലേക്ക്, അങ്ങനെ നമുക്കത് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അത് വേറൊരു എക്സാമ്പിളാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിന്. ദെൻ പറയുന്നത് സ്റ്റാൻഡേർഡ് സ്കെയിലാണ്. സ്റ്റാൻഡേർഡ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡിനോട് സംബന്ധിച്ച് എന്താണ് നമ്മുടെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് റെക്കോർഡ് ചെയ്യുക. അതാണ് സ്റ്റാൻഡേർഡ് സ്കെയിൽ. ഇതതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ദെൻ ഫോഴ്സ്ഡ് ചോയ്സ് റേറ്റിംഗ് സ്കെയിൽ. അത് ആ പേരിൽ തന്നെയുണ്ട്. നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു ചോയ്സ് നമ്മളതൊന്ന് സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. അതിന് നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുക. അതാണ് ഫോഴ്സ്ഡ് ചോയ്സ് റേറ്റിംഗ് സ്കെയിൽ. ഇപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് മോർ അക്യുറേറ്റ്. ഏതാണ് മോർ അക്യുറേറ്റ്? 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഇല്ലെങ്കിലും രണ്ടും ഉണ്ടെങ്കിലും നമുക്ക് ഇതൊന്ന് ഒരെണ്ണം മാത്രമാണ് മോർ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാൻ നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. അതാണ് ഫോഴ്സ്ഡ് ചോയ്സ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റിംഗ് സ്കെയിൽ അത്രയാണുള്ളൂ. ഇനി എൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് സ്പെസിഫിക് ഔട്ട്കം. ഈ സ്പെസിഫിക് ഔട്ട്കം ഒക്കെ മെഷർ ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ് അല്ലെങ്കിൽ ടൂൾ എന്ന് പറയുന്നത് റേറ്റിംഗ് സ്കെയിലുകളാണ്. പിന്നെ പറയുന്നത് നമ്മുടെ റിപ്പോർട്ടുകൾ, പാരൻസിനൊക്കെ റിപ്പോർട്ടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്നതും റേറ്റിംഗ് സ്കെയിലുകളാണ്. ഇപ്പോൾ കോളേജസിലേക്കൊക്കെ അഡ്മിഷനൊക്കെ ഫില്ല് ചെയ്യുക, സ്റ്റുഡൻസിൻ്റെ നീഡ്സ്, അവരുടെ സജഷൻസ്, അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ റേറ്റിംഗ് സ്കെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഈ റേറ്റിംഗ് സ്കെയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് എററുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഫസ്റ്റ് എററാണ് ജനറോസിറ്റി എറേഴ്സ് എന്ന് പറയുന്നത്. ജനറോസിറ്റി എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ റേറ്റ് കൊടുക്കാനുള്ള
ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. റേറ്റർ ആരാണോ അയാൾക്ക് ലോ റേറ്റ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളൊരു ചിന്ത വരും. അങ്ങനെയുള്ള എററുകൾ അപ്പോൾ അത് വിചാരിച്ചിട്ട് മാറ്റി കൊടുക്കും. അങ്ങനെ വരുന്ന എററുകളാണ് ജനറോസിറ്റി എറേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രിഞ്ചൻസി എറേഴ്സ് എന്ന് പറയുന്നത് ജനറോസിറ്റി എറേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് എല്ലാത്തിനും നമ്മൾ ലോ റേറ്റ് കൊടുക്കുക, കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ലോ റേറ്റ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ടാവും. അതാണ് സ്ട്രിഞ്ചൻസി എറർ എന്ന് പറയുന്നത്. ഹാലോ എറർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാതെ മറ്റുള്ളവർ പറഞ്ഞു കേട്ട ഇംപ്രഷൻ വെച്ചിട്ട് നമ്മൾ റേറ്റ് കൊടുക്കുക. അതാണ് ഹാലോ എറേഴ്സ്. ജനറൽ ഇംപ്രഷൻ വെച്ച് നമ്മൾ റേറ്റ് ചെയ്യുന്നതിനെയാണ് ഹാലോ എറേഴ്സ് എന്ന് പറയുന്നത്. ദെൻ എറർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. നമ്മൾ പറയുന്ന പോലെ നമ്മൾ കുഴപ്പമില്ല, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പമില്ല എന്ന് പറയും. അതായത് ഒരു സെൻട്രലിയാണ്, മോശമല്ല എന്നാൽ നന്നായിട്ടും അല്ല, എപ്പോഴും ഒരു സെൻട്രൽ, എന്ത് ചോദിച്ചാലും ആ സെൻട്രലി മാർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതാണ് സെൻട്രൽ ടെൻഡൻസി. അതുകൊണ്ടും ഒരുപാട് എറർ വരാം. പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ ആ റേറ്റ് സ്കെയിലുകൾ മനസ്സിലാവാതിരിക്കുക, അതുകൊണ്ടൊക്കെ വരുന്ന എററുകളാണ് ലോജിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്.